ഹായ് ഓൾ, നമ്മൾ നോക്കാൻ പോകുന്നത് 12ാമത്തെ പേജാണ്. 12ാമത്തെ പേജിൽ നമ്മൾ എന്താണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് നോക്കുകയാണ്. ഈ എനിമൽസിൻ്റെ ഉള്ളിൽ നമ്മുടെ സെൽസിൻ്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് കാണുന്നുണ്ടെന്ന് പറയുന്നു. അതിനെ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യുന്നത് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡാണ്. ഈ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഓഫ് ദ പ്ലാന്റ്സ് കൺസിസ്റ്റ് ഓഫ് സെൽ വോൾസ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ്. എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് എയർ സാക്ക് ആയിട്ടാണ്, സെൽസിൻ്റെ എയർ സാക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യണത്. ഈ കീപ്പിംഗ് ദ composition of the internal environment constant is called as homeostasis. Homeostasis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റിൻ്റെ കമ്പോസിഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഹോമോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. ഹോമോസ്റ്റാറ്റിസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കേണ്ടതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷനിലും സെൽസിൻ്റെ സ്മൂത്ത് ഫംഗ്ഷനിലും മെറ്റാബോളിസത്തിനും വേണ്ടിയാണ്. എന്തെങ്കിലും ചെറിയ പ്രശ്നം ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കെമിക്കൽ കോമ്പോസിഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ക്യാൻ ബി ത്രെറ്റനിങ് ടു ദ ലൈഫിന് വരെ അത് ഡേഞ്ചർ ആണെന്നാണ് പറയുന്നത്. അതാണ് ഈ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്.